നമസ്കാരം. ഇന്ന് നമ്മുടെ യാത്ര കൊട്ടിയൂരാണ്. കൊട്ടിയൂർ എന്ന് പറയുന്നത് നമ്മുടെ വൈശാഖ മഹോത്സവമാണ്. അതിനോടനുബന്ധിച്ച് ഇത് ഒരു മാസത്തോളം അവിടെ എല്ലാ ദിവസവും ഓരോ വിശേഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എവർക്കും മണിയൻസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഈ ഓടപ്പൂ. ഈ ഓടപ്പൂ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിൻ്റെ ഫുൾ വീഡിയോ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. അതേ കണക്ക് തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ ചാനലായിട്ടുള്ള മണിയൻസ് ബ്ലോഗ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. ഇവിടെ വന്ന സമയം മുതൽ നല്ല സൂപ്പർ മഴയായിരുന്നു ഗൈസ്. ഇവിടുത്തെ മഴയെന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു. ഞങ്ങൾ പോയിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ഈ മാസം 15-ാം തീയതി ആയിട്ടുള്ള 1-ാം തീയതിയാണ്. മിഥുനം 1-ാം തീയതിയാണ് അവിടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ദിവസം നല്ല മഴയും നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വഴിയെ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് പരവൂർ സ്റ്റേഷൻ. ഇവിടുന്ന് വെറും 140 രൂപയ്ക്ക് നമുക്ക് തലശ്ശേരിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് 70 രൂപയ്ക്ക് ബസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ മാവേലി എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് നേരെ നമ്മൾ തലശ്ശേരിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ നമ്മുടെ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി ഫ്രഷായി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അവിടെ നിന്ന് നേരെ നമ്മുടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ അപ്പം നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എപ്പോഴും ബസ്സുണ്ട്. ഇതാണ് നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ തലശ്ശേരി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളും നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളും എല്ലാം നമ്മുടെ ഈ സ്റ്റാൻഡിൽ തന്നെ വരും. അപ്പോൾ വന്ന ഉടനെ തന്നെ അവർ ഓരോ ബസ്സുകൾ പിടിച്ചിടുന്നുണ്ട് നമുക്ക് കൊട്ടിയൂരിലേക്ക്. അപ്പം നമുക്ക് ഒരുപാട് നേരം കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പോയി ദർശനം നടത്താനുള്ള ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ പോകാനായിട്ട് ഉള്ള ഇത് പാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തിരക്ക് മാത്രമാണ്. തിരക്കെന്ന് പറയുന്നത് ഈ ഒരു 28 ദിവസമാണ് ഈ ക്ഷേത്രം തുറന്ന് നിൽക്കുന്നത്. ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ കണ്ണൂർ വൈശാഖ മഹോത്സവമായിട്ടുള്ള നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിലോട്ടുള്ള പോണ വഴിയാണ്. ഇവിടെ പെരും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ പോണത്. ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കാണാം. വാ. ഫോറസ്റ്റിൽ പോയി ഓട കൊത്തി കൊണ്ടുവന്ന് അത് മുട്ടടിസ്ഥാനത്തിൽ കൊത്തി പിന്നെ പീസാക്കി പുറംതോലി ചെത്തി ഇടിക്കണം. ഇടിച്ച് വെള്ളത്തിലിടണം. 2 ദിവസം വെള്ളത്തിലിടുക. അത് കഴിഞ്ഞെടുത്ത് ചീകുക. ചീകി നേരെ ഓപ്പോസിറ്റ് മറിക്കണം. മറിച്ച് ചരടെടുത്ത് കെട്ടി വീണ്ടും 2 ദിവസം വെള്ളത്തിലിടണം. അതിൻ്റെ പുളിപ്പ് മാറിയില്ലെങ്കിൽ കറുത്തു പോകും. പുളിപ്പ് മാറ്റി കെട്ടിക്കൊടുക്കുക. ആറിയതിന് ശേഷം ഉണങ്ങണം. അതാണ് ഓടപ്പൂവിൻ്റെ നിർമ്മാണം. ഐതിഹ്യം ദക്ഷൻ്റെ താടി എന്നാണ് നമ്മുടെ സങ്കല്പം. ദക്ഷയാഗം നടത്തുന്ന ഭൂമിയാണ് അക്കരെ അമ്പലം. ദക്ഷയാഗമാണ്. ദക്ഷൻ്റെ താടി എന്നാണ് സങ്കല്പം. പണ്ട് മുതലേ അതിപ്പോഴും ആചരിച്ചു പോകുന്നു. അതിന് കളർ പൂശാനോ നിറം ഭേദഗതി ചെയ്യാനൊന്നും പാടില്ല. വൈറ്റ് തന്നെ ആയിരിക്കും. ഓടപ്പൂജ ഉത്സവ സമയത്ത് മാത്രമേ ഉള്ളൂ. റേറ്റ് ഇക്കൊല്ലം റേറ്റ് വർധന കൂടുതലാണ്. കാരണം ഓടയില്ല. ഓടയെല്ലാം പൂത്തുപോയി ഫോറസ്റ്റിൽ. പിന്നെ ഒരു കെട്ടോട, അതായത് 150 എണ്ണത്തിൻ്റെ ഒരു ഓട കെട്ടുന്ന 2000 രൂപ റേറ്റാണ് ഇവിടെ വരുമ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങളെ ഒരു മുട്ടടിസ്ഥാനത്തിൽ ഒരു പൂ റെഡിയായി വരുമ്പം ഏതാണ്ട് 50 രൂപ 60 രൂപ സെയിലാവും. ഒരുമാതിരി മീഡിയം വലിപ്പം റേറ്റ് ആവും. അതിവിടെ വിൽക്കുന്നത് ദേവസ്വത്തിൻ്റെ സ്ഥലം ലേലം എടുത്താൽ ഭയങ്കര റേറ്റാണ്. 95 ലക്ഷം രൂപയ്ക്കാണ് ഈ വർഷം ലേലം. അപ്പോൾ തറവാടകയും പണിക്കാരുടെ ഫീസും എല്ലാം കൂടി എങ്ങനെയായാലും ഒരു ശരാശരി 100 രൂപ ഒരു പൂവിന് വില വരും. ഓടപ്പൂവിന് ശരാശരിയാണ്. ഒരു ഓടപ്പൂവിൻ്റെ ഓടപ്പൂവിന് 100 രൂപ റേറ്റ് വരും. എത്ര ഈ ചെറുതൊട്ട് വലുത് വരെ ഉണ്ട്? അങ്ങനെ ഏതൊക്കെ സൈസാണ്? വണ്ടിപ്പൂവൊക്കെ ഒരു ഏറ്റവും താഴെ 50 രൂപ. ഏറ്റവും താഴെ 50, 70, 80, 100, 150, 300 ഒക്കെ ആവും. അതിന് വലിപ്പം അനുസരിച്ച് വില കൂടും. നമ്മൾ വീട്ടിൽ കൊണ്ട് കെട്ടുമ്പോൾ എന്താണ് അതിന്റെ ഒരു വീട്ടിൽ നമ്മുടെ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി കെട്ടാം. ദക്ഷന്റെ താടി, അതായത് ശിവപാർവതിയുടെ അച്ഛൻ
ദക്ഷന്റെ താടിയായിട്ടാണ് ഇത് നമ്മൾ സങ്കല്പിച്ചത്. ദക്ഷയാഗം നടന്ന ഒരു സ്ഥലം കൂടാണല്ലേ കൊട്ടിയൂര്? ദക്ഷയാഗം നടന്ന സ്ഥലമാണ്. അപ്പൊ അത് നമ്മൾ പൂജാമുറിയിലോ അല്ലെ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് ഇതുകൊണ്ട് കെട്ടുക, അല്ലെ വീടിന്റെ ഭാഗത്ത് നട കട്ടളപ്പൊടി അതൊക്കെ കെട്ടുക. അതൊരു പ്രത്യേക ഒരു ഐശ്വര്യമാണെന്നാണ് സങ്കല്പം. അത് ഏത് കൊട്ടിയൂർ ഭൂമിയിൽ ആര് വന്നാലും ഒരു വീട്ടിലേക്ക് ഒരു പൂ മേടിക്കാണ്ട് ഒരു മനുഷ്യനും പോയില്ല. എല്ലാവരും പൂ വാങ്ങിക്കും, നിർബന്ധമായിട്ട് വാങ്ങും. വേറെ വെള്ളം കുടിച്ചില്ലേലും പൂ വാങ്ങും. അത് നിർബന്ധമായിട്ട് വാങ്ങും. അത് പ്രത്യേകിച്ച് ഒരു അക്കരെ അമ്പലത്തിൽ പോയോ അവിടെ പോയാൽ മൊത്തത്തിൽ കാണാൻ പറ്റും അവരുടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ ഈ ഒരു മാസത്തിനിടെ? പല പല പിന്നെ പൂജകളാണ്. അതിന് ഇതിപ്പം ഇന്നിപ്പം ശനി ഞാനുണ്ടെങ്കിൽ തിരക്ക്. ഇനി വരാൻ വന്ന് ഇളനീർ വെപ്പ്, ഇളനീരാട്ടം, ഇളനീർ വെപ്പ് തലേ ദിവസം, പിറ്റേ ദിവസം ഇളനീരാട്ടം. അത് നാളെ മറ്റന്നാളാണോ? അല്ലല്ല, നാളെ മറ്റന്നാളല്ല, ഈ ദിവസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ രോഹിണി ആരാധന, പിന്നെ രേവതി ആരാധന, അതിനൊക്കെ ഭയങ്കര ഓരോ നാളിനുള്ള ഓരോ ആരാധന, ഓരോ നക്ഷത്രത്തിനാണ്. അവസാനം മകം ആണ് കലംവരവ് എന്ന് പറയും. അതായത് ഭൂതഗണങ്ങൾ ഈ യാഗം മുടക്കാൻ വരികയാണ്. ഇവിടെ ദക്ഷയാഗം നടക്കുന്ന യാഗം മുടക്കാൻ വരികയാണ്. അത് മുടക്കി എല്ലാം കൂടെ അവിടെ അശുദ്ധമാക്കിയിട്ട് അവർ പോകും. അതോടുകൂടി സ്ത്രീ, അതായത് ഫാമിലിക്ക് അക്കരയ്ക്ക് പ്രവേശനമില്ല. അതോടുകൂടി നിങ്ങൾക്ക് പ്രവേശനമില്ല. ആണുങ്ങൾ മാത്രം 5 ദിവസം. മകം കഴിഞ്ഞ് 5 ദിവസം കൂടെ മുന്നോട്ടുള്ളൂ. 5-ാമത്തെ ദിവസം കരച്ചാട്ടാണ്. മൊത്തം അവിടെ കഴിഞ്ഞു. അവിടെ ഒരു വട്ടണം ഭക്ഷണം ചോറ് വെച്ചിട്ട് അവിടെ കമത്തിയിട്ട് പൂജാരി പോകും. അത് അവിടുത്തെ ആദിവാസികൾക്ക് അവകാശം. അവിടെ തറയിലും ആ കുളത്തിലൊക്കെ വലിച്ചെറിയുന്ന പൈസ ചില്ലറ സ്വത്തുകളുണ്ടാവും. എന്നാലും ആദിവാസികൾക്ക് അവകാശം. അതാണ് ഇതിന്റെ ഐതിഹ്യം. പിന്നെ നമ്മുടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്ന ആൾക്കാർ ആന്ധ്രയിൽ നിന്നും വരെ ഇന്നലെ ആണ് വന്നിട്ടുണ്ട്. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഞങ്ങൾ തിരുവനന്തപുരം, പാലക്കാട് അങ്ങുണ്ട്. ഇത് പുറത്തുനിന്നാ വരുന്നത്, ഇവിടെയുള്ള ആൾക്കാരൊന്നും അല്ല. നമ്മളിപ്പോ കൊല്ലത്തുനിന്നാ വരുന്നത്, തെക്കേറ്റന്ന്, കേരളത്തിന്റെ തെക്കേറ്റന്ന്. ആന്ധ്രയിൽ നിന്ന് വണ്ടിക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ആന്ധ്ര എവിടെ കിടക്കുന്നു? ആന്ധ്ര, ഗോവനൊക്കെ ആൾ വരുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, സായിപ്പന്മാർ വരുന്നുണ്ട്, ഇംഗ്ലീഷുകാർ. ഇവിടെ ഈ ഒരുവിധം വീടുകളിലെല്ലാം ഈ ഒരു ഓടപ്പൂവിന്റെ പരിപാടിയാണ്. എനിക്കറിയ ഈ പരിസരത്തുള്ളവർക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ട്. ഇക്കൊല്ലം പിന്നെ പൊതുവെ കുറവെന്ന് പറഞ്ഞാൽ പലർക്ക് ഈ ഡെങ്കിപ്പനിയുടെ ഒരു സമയമായിരുന്നു. ഇത് ഇടിക്കണ വലിയ പണിയാ, അധ്വാനം അതുപോലെ ഉണ്ട്. കാട്ടിൽ പോയി ഓടം കൊണ്ടുവന്ന പുഴു, അട്ട, ആ സാധനങ്ങളോട് പേടിച്ചിട്ടാരും പോകും. ഉൾക്കാട്ടിലാണോ ഉള്ളത്? അതെ, ആ ഉൾക്കാട്ടിലേക്ക് ഫോറസ്റ്റ് കയറി പോകണം. അത് ഫോറസ്റ്റുമാരുടെ പെർമിഷൻ മേടിച്ച്, ദേവസ്വത്തിന്റെ പെർമിഷൻ മേടിച്ച്, ഫോറസ്റ്റുകാർ കൂടെ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ മേടിച്ച് കയറി പോകണം കാട്ടിലേക്ക്. അല്ലാണ്ട് പിടിക്കും. എന്നാൽ ഈ സാധനം എത്തും. കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്ന ഈ ഒരു സാധനം അല്ലേ? ഒരു കെട്ടോടെ ഇവിടെ വരുമ്പോൾ 2000 രൂപ വണ്ടി വാടക ഇവിടെ വരും. പിന്നെ അതെല്ലാം കിട്ടൂല, അതിന് മുകളിലത്തെ പീസ് പോകും. ഇരിക്കാൻ പറ്റില്ല, വെറും ചള്ളായിരിക്കും, മുക്കാത്ത. അതാണ് ഇതിന്റെ ഐതിഹ്യങ്ങൾ. ഒരു മാസത്തോളമുള്ള 28 ദിവസം. 28ാം ദിവസം കലശാട്ടായി. ശരിക്കും പറഞ്ഞാൽ 26 ദിവസം ഉത്സവത്തിന്റെ ആഘോഷം ആൾക്കാരുണ്ടാവുള്ളൂ. ഈ മകം കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പരിസരം മണത്തണം മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരുണ്ട്. പുറം ദൂരം ടീം ഉണ്ടാവില്ല, അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഫാമിലിക്ക് നടക്കാൻ പറ്റും, പ്രവേശനമില്ല. ആണുങ്ങൾ മാത്രമേ ഈ മണത്തണം പോലെ ഈ അമ്പലമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവർ മാത്രമേ വരെ കഴിഞ്ഞു. അതായത് മെയ് 30 തൊട്ട് തുടങ്ങിയതല്ലേ? ജൂലൈ 14 കഴിയും, അവസാനിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ജൂലൈയിൽ അല്ല, പിന്നെ മെയ്യിൽ തുടങ്ങും. 1.5 വർഷം അങ്ങനെയാ. ഒരു വർഷം മെയ്യിലാണെങ്കിൽ ഒരു വർഷം ജൂണിലാണ്, അടുത്ത വർഷം മെയ്യിലായിരിക്കും. അങ്ങനെ മഴ ഉണ്ടാവില്ല. ഇക്കൊല്ലം മഴ ഇങ്ങനെ മുന്നോട്ടാണ്. മഴ നല്ല മഴയുണ്ടല്ലേ? കാരണം ഇത്രയും വലിയ മഴ കാണാറ് ഒരാഴ്ചയുടെ മേലെയായി മഴ. ഇന്ന് പിടിക്കുക, ഇന്നങ്ങ് പെയ്യണം. ഇന്ന് പെയ്യും. 5 ദിവസത്തേക്ക് വീണ്ടും മഴ ഇന്നിപ്പോൾ കാലാവസ്ഥ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മഴയാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ അരങ്ങ്. മഴ വേണം, മഴ ഉണ്ടെങ്കിലേ ഇവിടുത്തെ ആ ഉത്സവത്തിന്റെ ഗംഭീരം വരുള്ളൂ അല്ലേ? പുഴയൊക്കെ വെള്ളമില്ലെങ്കിലല്ലേ ഈ കണ്ട ഇത്രയൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നല്ലേ. വെള്ളമില്ലെങ്കിൽ ആകെപ്പാട് അശുദ്ധമാവും, മൊത്തം ചെയ്യുന്നതായിരിക്കും, കുളിക്കാനും പിടിക്കാനും തന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത അല്ലേ, കൊട്ടിയൂർ അമ്പലത്തില്. ഓക്കെ, നമ്മളാ ഇതില് പങ്കെടുത്തതിൽ നന്ദിയുണ്ട്. ഓക്കെ. ഈ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരണേ, നിങ്ങൾ എടുക്കുന്ന വീഡിയോ ഒക്കെ അയച്ചു തരണേ. താനും കഴിയില്ല.
എടുത്തോ. അക്കരെ ഇക്കരെ എവിടെ ആദ്യം പോണം? വഴിയില്ല വഴിയില്ല. ആ വാ നടന്നോ. ഇനിയും കറങ്ങി
ಯಾವ ಟೆಂಪಲ್ ಅಂತ ಗೊತ್ತಾಯ್ತಾ? ಯಾವುದು ಟೆಂಪಲ್ ಅಂತ ಗೊತ್ತಾ? ആളെ കൂടി പോയാലും ശരിയാവില്ല.
വിചാരിച്ചേ ഇത് കിട്ടുമെന്ന് ഫുള്ളായിട്ട്. അല്ല ഇപ്പം അനന്തരം ചെയ്തോട്ടാ അതാണ് ഇത് പിടിപ്പിച്ചേ കുഴത്തില്ലേ. അത് എടുക്കാൻ അവസാനത്തെ ഇത് ഈ ആൾക്കാർ വന്നില്ലേ ഇത് കിട്ടിയ ഈ ഡീറ്റിനെ കിട്ടിയത് നല്ല ക്ലാരിറ്റി കിട്ടിയത്. ഏതാണ് അയ്യോ കൊട്ടിയൂർ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. ഇന്ന് 1-ാം തീയതി കൂടെ ആയിട്ടുള്ള ഒരു ദിവസമാണ് വൈശാഖ മഹോത്സവമായിട്ട്. കൊട്ടിയൂർ ഭയങ്കര ബ്ലോക്കും ഭയങ്കര ജനത്തിരക്കും. കേക്കാവോ കേക്കാവോ അല്ല വീതിയുണ്ട്. നല്ല കനം ഉണ്ടല്ലോ അല്ല ഇതിന് ഉള്ളു കുറവാട്ടാ. ഈ ഇതാണ്ടാവും അതിന് ഉള്ളു കുറവുള്ളൂ.